കടലക്കറി ഇത്തിരി കൂടി. ഓ ചൂട് ചൂട് ചൂട്. പറഞ്ഞോ. അടിപൊളി കടലക്കറി ഉണ്ട് കേട്ടോ. നീ കൂട്ടാൻ കൂട്ടൂല്ലേ? ഓരോ പ്രോബ്ലമോ അല്ല ശരിയാവില്ല. കുറച്ച് കടലക്കറി ശരി നല്ല കൂടുതൽ കുതിരണം. അപ്പോഴാണത് സെറ്റായത്. അപ്പോൾ അപ്പഴം കൂടി വന്നപ്പോൾ അടിപൊളി വേറെ ലെവലായി എന്നറിയാം. നല്ല എരിവുണ്ട് കേട്ടോ. പുട്ട് ഇനി വേണ്ട, ഇത് മതി. അവിടെ വെച്ചോ, വൈകുന്നേരം അടിക്കുക 4 മണിയാകുമ്പോൾ. ഇത് ഈ കടലക്കറി ഉണ്ടല്ലോ, ഇതിൻ്റെ റെസിപ്പി നമ്മുടെ ചാനലിലുണ്ട്. നിങ്ങൾ ഉറപ്പായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്ക്. ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. കടലക്കറിയുടെ നല്ല എരിവും നല്ല അടിപൊളി കടലക്കറിയാണ്. എന്തായാലും ട്രൈ ചെയ്ത് നോക്കട്ടോ. കഴിഞ്ഞ ദിവസം നമ്മൾ കമ്മ്യൂണിറ്റിയിൽ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു, Q&A ചെയ്യാന്നുണ്ട്. എന്നുവെച്ചാൽ ചിലവരൊക്കെ മെസ്സേജ് അയക്കുന്നുണ്ട്, ഞങ്ങൾക്ക് കുറേ കാര്യങ്ങൾ ചോദിക്കാനുണ്ട്. എന്നിട്ട് ആകെ വന്നത് 10-14 ചോദ്യം കേട്ടോ. അപ്പോൾ അതൊന്ന് ആൻസർ ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ടെന്ന് ഞാനും ദീപു അമ്മയും കൂടിയിട്ട്. നീ ആൻസർ ചെയ്യില്ലേ? ചോദിക്കട്ടെ, നീ അമ്മേനെ സഹായിക്കില്ല എന്ന് പറഞ്ഞല്ല ഒരു പണിയിലും? അമ്മ ദീപു സഹായിക്കാറുണ്ട് നിങ്ങളെ? പാചകം എന്ന് പറയുമ്പോൾ നിങ്ങൾ കാണുന്നത് കുക്ക് ചെയ്യണം മാത്രമാണ്. പക്ഷേ സാധനങ്ങൾ തയ്യാറാക്കൽ, അരിയലായാലും വെളുത്തുള്ളി ഒലിക്കൽ, അങ്ങനത്തെ പരിപാടിയൊക്കെ ദീപു ചെയ്യും. എന്തായാലും അമ്മയ്ക്ക് ദീപുവിനെ കൊണ്ട് യാതൊരു ബുദ്ധിമുട്ടും ഇല്ല. ആൾക്കാർക്കാണ് ബുദ്ധിമുട്ട്. പിന്നെ അലക്കൽ, തുടക്കൽ, അങ്ങനെ എല്ലാ പണിയും. ദീപുവിൻ്റെ മെയിൻ പരിപാടി അലക്കലാണ്. അപ്പോൾ ഇതാണ് ഞങ്ങളിട്ട പോസ്റ്റ്. 13 കമൻസാണ് വന്നത്. കുറച്ച് പേര് ചോദ്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ചാനൽ എന്ന് പറയുന്നത് വളരെ ചെറിയൊരു ചാനലാണ്, പക്ഷേ കിട്ടുന്ന സ്നേഹം എന്ന് പറയുന്നത് വളരെ വലുതാണ്. ഞങ്ങളൊരിക്കലും എക്സ്പെക്റ്റ് ചെയ്തില്ല ഇത്രയും സ്നേഹം നമുക്ക് ഇത്ര നേരത്തെ തന്നെ കിട്ടുന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് പരമാവധി നമ്മൾ നമ്മുടെ സബ്സ്ക്രൈബർ ഫാമിലിയുള്ള ആരെന്ത് പറഞ്ഞാലും നമ്മൾ പരമാവധി അത് ഫുൾഫിൽ ചെയ്യാൻ നോക്കാറുണ്ട്. ഇപ്പോൾ റെസിപ്പി വീഡിയോസ് ആയാലും അതുപോലെ ഇപ്പോൾ Q&A ചോദിച്ചപ്പോൾ നമ്മളും വിചാരിച്ചു ഓക്കെ, കുറേ പേര് പല ഡൗട്ടുകൾ യൂട്യൂബ് വീഡിയോസിൻ്റെ താഴെയും കമൻറ്റ് ചെയ്യുന്നുണ്ട്, അല്ലാത്ത രീതിയിലും ചോദ്യങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഒരു Q&A വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഓരോരോ ചോദ്യങ്ങളിലേക്ക് കിടക്കാം. അപ്പോൾ ആദ്യം തന്നെ രാജി രഘു എന്ന് പറഞ്ഞ ചേച്ചി ദീപുവിൻ്റെ വലിയ ഫാനാണ്. ദീപു കാരണമാണ് ചേച്ചി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതെന്ന് പറയും. അപ്പോൾ എന്തായാലും ചേച്ചിയുടെ ചോദ്യം, ദീപുവിനെ ആദ്യം കണ്ടത് എപ്പോൾ എവിടെ വെച്ച്? ദീപു എൻ്റെ റിലേറ്റീവാണ്. ആക്ച്വലി റിലേറ്റീവ് എന്ന് പറയുമ്പോൾ എൻ്റെ അച്ഛൻ്റെ ഇളയമ്മ ആണ് ദീപുവിൻ്റെ അമ്മാമ്മ അല്ലേ? അമ്മ പാപ്പൻ്റെ ഭാര്യ, അതായത് ഇളയമ്മ. പിന്നെ അപ്പോൾ ദീപുവിൻ്റെ അമ്മ എന്ന് പറയുമ്പോൾ എൻ്റെ ഒരു അമ്മായിയായിട്ട് വരുമെന്ന് വെച്ചാൽ വരും. പക്ഷെ ഞാൻ വിളിച്ചിരുന്നത് കുട്ടിക്കാലത്തൊക്കെ ചേച്ചി എന്നാണ്. ഇങ്ങനെ കഥ പറയണോണ്ട് നിങ്ങൾക്ക് ബോറടിക്കില്ല എന്ന് വിചാരിക്കണം. എൻ്റെ അച്ഛനും ദീപുവിൻ്റെ അച്ഛനും വളരെ ക്ലോസ് ഫ്രണ്ട്സ് ആയിരുന്നു. അപ്പോൾ ദീപുവിൻ്റെ അച്ഛൻ ഗൾഫിലായിരുന്നു. പുള്ളി നാട്ടിൽ വരുന്ന സമയത്ത് അച്ഛൻ്റെ അടുത്തേക്ക് വരും. അങ്ങനെ അച്ഛനും പുള്ളിയും കൂടിയാണ് കൂടുതലും കറക്കങ്ങളും കാര്യങ്ങളൊക്കെ. അപ്പോൾ ആ ഒരു ബന്ധമുള്ളതുകൊണ്ട് എൻ്റെ കുട്ടിക്കാലത്ത് ദീപുവിൻ്റെ അച്ഛൻ്റെ അമ്മയുടെ കല്യാണം ഞാൻ കൂടിയിട്ടുണ്ട്. അത് ഗുരുവായൂരായിരുന്നു. ഗുരുവായൂർ എലൈറ്റ് എന്ന് പറയുന്ന ഹോട്ടലാണെന്ന് ആകെ ഉള്ളത്. അപ്പോൾ ആദ്യമായിട്ട് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, ഞാൻ ലിഫ്റ്റിലൊക്കെ കയറുന്നത് ഈ ദീപുവിൻ്റെ അച്ഛൻ്റെ അമ്മയുടെ കല്യാണത്തിനാണ്. അപ്പോൾ അന്ന് മുതൽ ഇവരുടെ ഫാമിലിയായിട്ട് നമുക്ക് ബന്ധമുണ്ട്. പിന്നെ ഞാൻ ദീപുവിനെ ചെറുപ്പത്തിൽ ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ എനിക്കൊന്ന് എടുത്ത് നടന്നിട്ടുണ്ടെന്ന് ഡൗട്ടുണ്ട്. പക്ഷെ അതൊന്നും നമ്മൾ എന്താ പറയുക, അച്ഛൻ്റെ ഒരു സുഹൃത്തിൻ്റെ വീട്ടിൽ പോകണു, പിന്നെ നമ്മുടെ റിലേറ്റീവാണ് ഇവർ. അപ്പോൾ ആ ഒരു രീതിയിലുള്ളൊരു ബന്ധം ഉണ്ടായിരുന്നു. പിന്നെ പക്ഷെ നമ്മൾ അത് കഴിഞ്ഞതിന് ശേഷം വർഷങ്ങളോളം ഒരു കോണ്ടാക്റ്റും അങ്ങനെ ഉണ്ടായിരുന്നില്ല. പിന്നെ വർഷങ്ങൾക്ക് ശേഷം ആലോചനകളൊക്കെ നടക്കുന്ന സമയത്താണ് 1-2 പെണ്ണ് ഞാൻ കാണാൻ പോയി. പക്ഷേ ഒന്നും കൂടെ സെറ്റായില്ല. അപ്പം എനിക്ക് തോന്നി
നമുക്ക് പരിചയമുള്ള വല്ലവരാണെങ്കിൽ പെട്ടെന്ന് സെറ്റാവുമല്ലോ. അങ്ങനെ തോന്നിയിട്ട് ഞാൻ ആലോചിച്ചപ്പോഴാണ് ഞാനും അമ്മയും കൂടി ഒരു ഡിസ്കഷൻ്റെ ഇടയ്ക്കാണ് ഈ ആലോചന ആയിട്ട് പോയതും. അങ്ങനെയാണ് ഞാൻ ദീപുവിനെ പെണ്ണ് കാണാൻ പോണതും. പിന്നീട് അവിടെ നിന്ന് ഈ പറഞ്ഞ പോലെ പെണ്ണ് കണ്ടു, ഒരാഴ്ചക്കുള്ളിൽ എൻഗേജ്മെൻറ്റ് നടത്തി. പിന്നെ ഒരു 6 മാസം കഴിഞ്ഞപ്പോൾ കല്യാണം. ദീപ ഭയങ്കര സൈലൻ്റ് ആയിട്ടുള്ള ഒരാളാണ്, തീരെ സംസാരിക്കില്ല. പിന്നെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അവൾക്ക് നമ്മൾ പെണ്ണ് കാണാൻ പോകുന്ന സമയത്തായാലും. പെട്ടെന്ന് ദീപു ആരായിട്ടും അടുക്കില്ല. ദീപുവിന് കംഫർട്ടായിട്ട് തോന്നിയാലേ ദീപു അടുക്കുള്ളൂ. അപ്പോൾ അങ്ങനെ ആ കംഫർട്ട് എന്നോടും അമ്മോടും തോന്നിയോണ്ട് ഞങ്ങൾ രക്ഷപ്പെട്ടു. അപ്പോൾ എന്തായാലും ഇപ്പോൾ ഹാപ്പി ആയിട്ട് പോകണു. അപ്പോൾ അങ്ങനെ ദീപുവിനെ ആദ്യമായിട്ട് കണ്ടത് പെണ്ണാണാൻ പോയപ്പോഴാണ് സത്യം പറഞ്ഞാൽ. അതിന് മുമ്പ് ചെറുപ്പത്തിലൊക്കെ കണ്ടിട്ടുണ്ട് കേട്ടോ, എന്നാലും ശരിക്കും കണ്ടത് ഇപ്പോൾ പെണ്ണാണാൻ പോയപ്പോഴാണ്. പിന്നെ നേഹ ചോദിച്ചിട്ടുണ്ട് മാരേജ് സ്റ്റോറി പറയൂ ചേട്ടാന്ന്. അപ്പോൾ ഇത് തന്നെയാണ് മാരേജ് സ്റ്റോറിയും. അപ്പോൾ 2 ചോദ്യത്തിനുള്ള ഉത്തരമാണ് ഇത്. വാട്ട് ഈസ് യുവർ ഡ്രീം ആൻഡ് ഗോൾസ് ബൈ നെക്സ്റ്റ് 5 years? ലവ് യു ഓൾ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇൻ്റർവ്യൂവിന് ഇങ്ങനത്തെ ചോദ്യങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട്. ഈ 5 വർഷത്തെ പ്ലാൻ എന്താണെന്നാണ്. കുറച്ച് നാൾ മുമ്പ് ഞാൻ അബുദാബിയിൽ ഒരു പ്രോജക്റ്റിൽ വർക്ക് ചെയ്യുമായിരുന്നു. അപ്പോൾ ആ സമയത്ത് എൻ്റെ ബോസ് ഞങ്ങളിങ്ങനെ വളരെ ഫ്രണ്ട്ലി ആയിട്ട് സംസാരിക്കുമ്പോൾ ആളിനോട് ചോദിച്ചു ഈ ചോദ്യം, എന്താണ് ഋഷിയുടെ 5 വർഷത്തെ പ്ലാൻ? ഇതൊരു ഇൻ്റർവ്യൂ ക്വസ്റ്റ്യൻ ആണെന്ന് ഞാൻ ആലോചിച്ചില്ല. ഞാൻ സത്യത്തിൽ പുള്ളിയോട് പറയും എനിക്കങ്ങനെ വലിയ പ്ലാനൊന്നും ഇല്ല, ഇങ്ങനെ പോകണം എന്നുള്ള രീതി പറഞ്ഞു. മേ ബി അതുകൊണ്ടായിരിക്കും പുള്ളി പിന്നീട് എനിക്ക് ആ ഒരു ഫ്രീലാൻസ് പ്രോജക്റ്റ് എക്സ്റ്റെൻഡ് ചെയ്ത് തരാൻ. അതുകൊണ്ടാണോ എന്താണെന്ന് എനിക്കറിയില്ല. പക്ഷേ ഇത്തരം ചോദ്യങ്ങൾ ശരിക്കും സാധാരണ ഇൻ്റർവ്യൂവിലാണ് കാണാറ്. ഇനിയിപ്പോൾ എൻ്റെ 5 വർഷത്തെ പ്ലാൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്ലാൻ അനുസരിച്ചിട്ടല്ല നമ്മുടെ ലൈഫ് മുന്നോട്ട് പോകണത്. എല്ലാം ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് അങ്ങോട്ട് പോകണമെന്നുള്ളതല്ലാതെ നമുക്കൊരിക്കലും എല്ലാ കാര്യങ്ങളും പ്ലാൻ ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റില്ല. എന്നിരുന്നാലും നമ്മുടെ ഒരു ആഗ്രഹം എന്ന് പറയുകയാണെങ്കിൽ ഇപ്പോൾ ഈ ഒരു യൂട്യൂബ് ചാനൽ അത് എത്രത്തോളം വിജയിക്കാൻ പറ്റുമോ അത്രത്തോളം നല്ല രീതിയിൽ പോകണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട്. നല്ല നല്ല വീഡിയോസ് ചെയ്യണം, ഒരുപാട് സ്ഥലങ്ങളിൽ വിസിറ്റ് ചെയ്യണം. അതിൻ്റെ ഒപ്പം നമ്മുടെ ഈ ഫാമിലി, ഈ ഒരു സ്നേഹം നമുക്ക് മാക്സിമം എല്ലാവർക്കും എന്തെങ്കിലും നിങ്ങൾക്ക് നമ്മുടെ വീഡിയോ കാണുമ്പോൾ എന്തെങ്കിലും ഒരു സന്തോഷം കിട്ടുന്നുണ്ടെങ്കിൽ അത് നിലനിർത്തി കൊണ്ടുപോകാൻ പറ്റണം. നമുക്കറിയില്ലല്ലോ, കുറച്ച് കഴിയുമ്പോൾ നമ്മളെ ബോറടിക്കുക ആൾക്കാർക്ക്. എനിക്ക് ചില ചാനലൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ചിലപ്പോൾ കുറച്ച് കഴിയുമ്പോൾ ബോറടിക്കും. അങ്ങനെ ബോറടിക്കാതെ എല്ലാവർക്കും കുറേ നാളുകൾ കൂടി നമ്മളെ എന്താ പറയുക നമ്മൾ ചെയ്യുന്ന ഓരോ വീഡിയോസും പുതുമ നിലനിർത്തിയിട്ട് കൊണ്ടുപോകാൻ പറ്റണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട്. അതിനായിട്ട് ഭഗവാനോട് നമ്മൾ പ്രാർത്ഥിക്കുന്നു. പിന്നെ വലിയ പ്ലാനുകളൊന്നും നമുക്കില്ല. നമ്മുടെ സംബന്ധിച്ചിടത്തോളം ഇന്നെന്താണോ അതാണ് നമ്മളുടെ ജീവിതം. നാളെ എന്താണെന്ന് നമുക്കറിയില്ലല്ലോ. ഇപ്പോൾ വയനാട്ടിലെ കാര്യങ്ങളൊക്കെ അറിയാമല്ലോ. അപ്പോൾ ആ രീതിയിൽ നമ്മൾ പ്ലാൻ തയ്യാറാക്കണതിൽ വലിയ അർത്ഥമൊന്നുമില്ല. എല്ലാം ഭഗവാനോട് പ്രാർത്ഥിക്കണം. നല്ല രീതിയിൽ വളരെ നല്ല ഭംഗിയായിട്ട് ജീവിതം മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹിക്കണം. അടുത്തത് VGS നായർ എന്ന് പറഞ്ഞിട്ട് ഒരു സബ്സ്ക്രൈബറാണ്. ഞാനും ഒരു തൃശ്ശൂർക്കാരനാണ്. ദുബായിൽ നിന്ന് വീഡിയോ കാണുന്നത്. നിഷ്കളങ്കമായ വീഡിയോ എല്ലാം നന്നാവുന്നുണ്ട്. അമ്മയും ഭാര്യയും നിങ്ങളോട് നല്ല രീതിയിൽ സഹകരിക്കുന്നുണ്ട്. ഫുഡ് വീഡിയോ തൃശ്ശൂർ മാത്രം പോരാ, സമയമുണ്ടെങ്കിൽ അടുത്ത ജില്ലകളിലും പോകണം. കാറ്ററിംഗ് കമ്പനികളിൽ പോയി ഫുഡ് റിവ്യൂ ചെയ്തുകൂടെ? തൃശ്ശൂർ തന്നെ അമ്പിസ്വാമിയെ പോലെ കുറേ ഉണ്ടല്ലോ, അതുമാവാം. അത് ചേട്ടൻ പറഞ്ഞാൽ ശരിയാണ്. ഞങ്ങൾ തൃശ്ശൂരിൽ നിന്ന് പുറത്ത് പോകേണ്ട ആൾക്കാർ തന്നെയാണ്. നമുക്ക് തൃശ്ശൂർ, പാലക്കാട്, അതുപോലെ തന്നെ ആലപ്പുഴ, അല്ലെങ്കിൽ എനിക്ക് സത്യം പറഞ്ഞ ചിദംബരം, കർണാടകയൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സ്ഥലങ്ങളാണ്. തലക്കാവേരി ക്ഷേത്രം, അതുപോലെ പല സ്ഥലങ്ങളിലും. ഇപ്പം മലപ്പുറത്ത് ഒരുപാട് ക്ഷേത്രങ്ങളുണ്ട്. കണ്ണൂർ, പറശ്ശിനിക്കടവ്, ഇതൊക്കെ നമ്മൾ പോയിട്ടുള്ളതാണ്. എന്നാലും വീഡിയോ ചെയ്യാനും കുറേ കൂടി എക്സ്പീരിയൻസ് ചെയ്യാനും പോകണം നല്ല ആഗ്രഹമുണ്ട്. അപ്പോൾ നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. അതായത് പുറത്തേക്ക് പോകണം, കൂടുതൽ ജില്ലകളിൽ പല പല കാഴ്ചകൾ എക്സ്പ്ലോർ ചെയ്യണം, നല്ല നല്ല വീഡിയോസ് ചെയ്യണം. അമ്മയ്ക്ക് ഭയങ്കര ആഗ്രഹമാണ് സ്ഥലങ്ങളിൽ യാത്ര പോകാന്ന് പറഞ്ഞാൽ. ഇത്രയും ഇഷ്ടമുള്ള ഒരാൾ അമ്മയിൽ ദീപു ആയിട്ടോ. ദീപു അതിൻ്റെ മെയിൻ ഉസ്താദാണ്. അപ്പോൾ എനിക്കും ആഗ്രഹമുണ്ട്. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഈ അടുത്ത് മൂന്നാർ പോയിരുന്നല്ലോ. നമ്മുടെ സാഹചര്യം കുറച്ചുകൂടി ഒന്ന് മെച്ചപ്പെട്ടാലേ നമുക്ക് കാര്യങ്ങളൊക്കെ ഉഷാറായിട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അതാണ് അതിൻ്റെ സംഭവം. പിന്നെ കാറ്ററിംഗ് കമ്പനി എന്ന് പറയുമ്പോൾ എനിക്കിതുവരെ ഞാനൊരു കാറ്ററിംഗ് കമ്പനി പോയിട്ട് അങ്ങനെ ചെയ്തിട്ടില്ല. ഇനി അവരെന്തെങ്കിലും കോൺടാക്ട് ചെയ്യാന്നല്ലാതെ നമ്മൾ പോയിട്ട് കാറ്ററിംഗ് ചെയ്യുന്ന ആൾക്ക് എനിക്കറിയില്ല അതിനെ പറ്റിയിട്ട്. എന്തായാലും നോക്കാം. അപ്പോൾ ഇതാണ് നമുക്ക് പറയാനുള്ളത്. അപ്പം അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ആരൂസ് വേൾഡ്. ഹായ്, എനിക്ക് നിങ്ങളുടെ വീഡിയോസ് എല്ലാം നല്ല ഇഷ്ടമാണ്. ഒരു വീഡിയോ കണ്ട് നിർത്താൻ കഴിഞ്ഞില്ല. ഒറ്റിരിപ്പിൽ എല്ലാം കണ്ടു തീർത്തു. ഇപ്പോൾ ഞാൻ നിങ്ങളുടെ സബ്സ്ക്രൈബറാണ്. നിങ്ങളുടെ ഫാമിലിയെക്കുറിച്ച് പറയാമോ? ആരൊക്കെയുണ്ട്? മാരേജ് കഴിഞ്ഞ് എത്രയായി? എവിടെയാണ് പ്ലേസ് എന്നൊക്കെ. ഞങ്ങളുടെ ഫാമിലി എന്ന് പറയുമ്പോൾ ആദ്യം അമ്മയെന്ന് തുടങ്ങാല്ലേ. അമ്മ, ഞാൻ, ദീപു, പിന്നെ അനിയനുണ്ട്. അനിയൻ്റെ പേര് ശ്രീരാജ് എന്നാണ്. ശ്രീരാജ് ഇപ്പോൾ അജ്മാനിലാണ്. കുറേ വർഷമായി, 10 വർഷത്തോളമായിട്ട് അജ്മാനിലാണ്. പിന്നെ ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് ഏകദേശം 8 വർഷമായി. പിന്നെ ഞങ്ങളുടെ സ്ഥലം തളിക്കുളമാണ്. തളിക്കുളം തൃശ്ശൂർ
തളിക്കുളം സ്നേഹതീരം ഒക്കെ കേട്ടില്ല, സ്നേഹതീരം അവിടെയാണ് ഞങ്ങളുടെ സ്ഥലം വരുന്നത്. ഈ സബ്സ്ക്രൈബേഴ്സിൻ്റെ പേര് മനസ്സിലാവില്ല, ഇതിൽ ഓരോ ചാനലിൻ്റെ പേരാണ്. ഇതിൽ ഓട്ടോകോൺ കാർ പോളിഷ് എന്തെങ്കിലും ആവട്ടെ. ഒരു ചലഞ്ച് തരുന്നു, ജിമ്മിൽ പോയി വെയിറ്റ് കുറയ്ക്കും. സബ്സ്ക്രൈബേഴ്സ് പറയുന്നത് കേൾക്കുമെന്ന് നോക്കട്ടെ. നിങ്ങൾക്ക് എന്നെ കണ്ടിട്ട് എന്താ തോന്നണേ? ജിമ്മിൽ പോകാൻ എനിക്ക് തീരെ താല്പര്യമില്ല, എന്നെക്കൊണ്ട് അത് നടക്കില്ല. അതാണ് അതിൻ്റെ സത്യസന്ധമായ കാര്യം. തടി കുറയ്ക്കണമെങ്കിൽ ഒരുപാട് മാർഗ്ഗങ്ങളുണ്ട്. അതിൽ ആദ്യത്തെ മാർഗ്ഗം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡയറ്റാണ്. തടി കുറയ്ക്കണമെങ്കിൽ 80% ഡയറ്റിൽ നിന്നാണ് എക്സ്പേർട്ടായിട്ടുള്ള എല്ലാവരും പറയുന്നത്. ഇതിനെ പറ്റിയിട്ടുള്ള എല്ലാ പുസ്തകങ്ങൾ, എല്ലാ വീഡിയോസും കണ്ട് അത്യാവശ്യം റിസർച്ചൊക്കെ ചെയ്ത് ഇതിനെപ്പറ്റിയുള്ള നോട്ടുകളടക്കം ഞാൻ ഗൂഗിൾ ഡോക്സിലും നോട്ട്ബുക്സിലൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. എന്താണ് സംഭവം? നമുക്കതങ്ങോട്ട് ചെയ്ത് ഒരു 3 മാസത്തിൽ മേലെ കൊണ്ടുപോകാൻ പറ്റിയിട്ടില്ല ഇതുവരെ. അപ്പോൾ എന്തായാലും ഇങ്ങനെ നമ്മുടെ ഒരു സബ്സ്ക്രൈബർ പറഞ്ഞ സ്ഥിതിക്ക് ഒന്ന് ട്രൈ ചെയ്യണമെന്നുണ്ട്. പക്ഷെ ജിമ്മിൽ പോകണ കാര്യം എനിക്ക് അത്ര ഇൻട്രസ്റ്റ് ഇല്ല. അത് ജിമ്മിനോട് വേറെ വിരോധമൊന്നും ഉണ്ടായിട്ടില്ല. ഞാൻ സൂര്യ നമസ്കാരം ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ പത്മസാധന എന്ന് പറയും ആർട്ട് ഓഫ് ലിവിൽ, അത് നന്നായിട്ട് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ ചെയ്യും. എന്നെക്കൊണ്ട് പറ്റുന്ന അവസരങ്ങളൊക്കെ നല്ല രീതിയിൽ ഞാൻ ചെയ്യാറുണ്ട്. അപ്പോൾ ഞങ്ങൾ സുദർശനക്രിയ എന്ന് പറയും ആർട്ട് ഓഫ് ലിവിൽ. അപ്പോൾ അത് നമ്മൾ റെഗുലറായിട്ട് ചെയ്യുന്നുണ്ട്. അമ്മ ഡെയിലി 4 മണിക്ക് 5 മണിക്കൊക്കെ എഴുന്നേറ്റ് ഡെയിലി സാധന ചെയ്യും. അമ്മ ഡെയിലി യോഗ, അത്യാവശ്യം ചെറിയ രീതിയിൽ വാമിംഗ് അപ്പ് പരിപാടികളൊക്കെ ചെയ്ത് യോഗയൊക്കെ ചെയ്ത് എല്ലാ ദിവസവും മുടങ്ങാതെ ചെയ്യുന്ന ആളാണ് അമ്മ. ഞാനും ദീപും മുടങ്ങാതെ ചെയ്തിരുന്ന ആൾക്കാരാണ്. ഇപ്പം എൻ്റെ ജോലിയുടെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പലപ്പോഴും നമ്മൾ നൈറ്റ് ഒരു 2 മണി വരെയൊക്കെ ഇരിക്കേണ്ട ഒരു അവസ്ഥ വരാറുണ്ട്. നമ്മൾ വിചാരിക്കും 10 മണിക്ക് കിടന്ന് ഉറങ്ങണം, എല്ലാവരോടും ക്ലയൻറ്റിനോടൊക്കെ സ്ട്രിക്റ്റായിട്ട് പറയണം, ഞാനിനി 10 മണിക്ക് ശേഷം വർക്ക് ചെയ്യില്ല. കൺസിസ്റ്റൻ്റായിട്ട് പോകാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു ചലഞ്ച്. അപ്പോൾ എന്തായാലും ഉറപ്പായിട്ട് നമ്മൾ ഇന്ന് മുതൽ അല്ലെങ്കിൽ അടുത്ത ദിവസം മുതൽ അത് റെഗുലറായിട്ട് കൊണ്ടുപോകണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ ഉറപ്പായിട്ടും ചെയ്യും. അപ്പോൾ അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. കല്യാണം കഴിഞ്ഞ് എത്ര നാളായി? ജോബ് എന്താണ്? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? എല്ലാവർക്കും സുഖം തന്നെയാണ്. ജോബ് ഞാൻ പറഞ്ഞല്ലോ, ഫ്രീലാൻസ് ഗ്രാഫിക് ഡിസൈനറാണ്. പിന്നെ കല്യാണം കഴിഞ്ഞിട്ട് നേരത്തെ ഞാൻ പറഞ്ഞു 8 വർഷമായി. ഒരുപാട് സ്നേഹം 3 പേർക്കും. ജ്യോതി തിരിച്ചും ഞങ്ങളെല്ലാവരോടും സ്നേഹം അറിയിക്കുകയാണ്. അപ്പോൾ ആദ്യം അന്ന ഗ്രേസിൻ്റെ വായിക്കല്ലേ. ഹലോ ചേട്ടാ, ചേട്ടനെയും ദീപ് ചേച്ചിയെയും അമ്മേനെയും ഒത്തിരി ഇഷ്ടമാണ്. ദീപ് ചേച്ചിയുടെ ഫാനാണ്. ഇനിയും ഒരുപാട് വ്ളോഗ്സ് ചെയ്ത് നമ്പർ 1 യൂട്യൂബേഴ്സ് ആവാൻ കഴിയട്ടെ. ചേട്ടാ, ഗുരുവായൂർ ഒരു ഫുൾ ഡേ സ്പെൻഡ് ചെയ്ത് വ്ളോഗ് എടുക്കുമോ? പ്രസാദ് തൊട്ട് ഷോപ്പിംഗ് അങ്ങനെയെല്ലാം. നിങ്ങളെ ഗുരുവായൂർ വ്ളോഗ്സ് കാണാൻ ഒരു പ്രത്യേക രസമാണ്. താങ്ക് യു. ദീപ് ചേച്ചിയോട് ഹായ് പറഞ്ഞേ. അതേ പറഞ്ഞിരിക്കണോ? നീ കൊഞ്ചാണ്ട് ശരിക്കൊരു ഹായ് പറഞ്ഞ. കല്യാണം കഴിഞ്ഞ മുമ്പ് തന്നെ അവള് ഈ മരി ഇടയ്ക്കിടയ്ക്ക് കൊഞ്ചു വർത്താനം പറയുള്ളൂ. ഞങ്ങൾക്കത് വലിയ കുഴപ്പമായിട്ട് തോന്നിയിട്ടില്ല. നമ്മൾ പറയാമല്ലോ, നമ്മൾ ഓരോരുത്തർക്കും ഓരോ രീതികളുണ്ടാവും. അതുപോലെ ദീപിൻ്റെ രീതി അതാണ്, അത് നമ്മൾ ആക്സെപ്റ്റ് ചെയ്താൽ മതി. അപ്പോൾ ചോദ്യത്തിലേക്ക് വരാം. ഗുരുവായൂർ നിങ്ങൾക്ക് എങ്ങനെയാണിത് ചോദ്യം വന്നതെന്ന് എനിക്കറിയില്ല. ഞാനും അമ്മയും ദീപ് ഇത് പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. സത്യത്തിൽ ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഗുരുവായൂർ പോയി താമസിക്കുന്ന ആൾക്കാരാണ്. നമുക്ക് അവിടുത്തെ ഒരു വൈബ് ഭയങ്കര ഇഷ്ടമാണ്. ഗോയ് ബിബോ വഴി ഓരോ റൂംസ് നോക്കും. അത്യാവശ്യം നല്ലൊരു ഡീസൻറ്റ് ഡിസ്കൗണ്ട് റേറ്റിൽ കിട്ടുന്ന റൂം ഏതാണ്, നല്ലൊരു റൂം നോക്കി ബുക്ക് ചെയ്യും. എന്നിട്ട് ഞങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഗുരുവായൂർ പോയിട്ട് രാവിലെ പോയി ഒന്ന് തൊഴും, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും, എന്നിട്ട് പോയി കുറച്ച് നേരം റെസ്റ്റ് എടുക്കും. എന്നിട്ട് ഉച്ചയ്ക്ക് ഇങ്ങനെ ചുമ്മാ ഇറങ്ങും. ചിലപ്പോൾ ഒരു സിനിമയ്ക്ക് പോകും, ഗുരുവായൂർ ജയശ്രീയിലോ അപ്പാസിലോ അതല്ലെങ്കിൽ മറ്റേ ദേവകി അവിടെ എവിടെയെങ്കിലും ഒരു സിനിമയ്ക്ക് പോകും. എന്നിട്ട് അത് കഴിഞ്ഞ് വന്ന് വീട്ടിൽ റൂമിൽ വന്ന് കുളിച്ചിട്ട് പിന്നെ വീണ്ടും വൈകിട്ട് അമ്പലത്തിലേക്ക് ഇറങ്ങും. ഇങ്ങനെ നമ്മൾ 1 ദിവസം 2 ദിവസമൊക്കെ അവിടെ താമസിക്കാറുണ്ട്. ഈ ഉത്സവ സമയം, ഏകാദശി സമയത്തൊക്കെ ഒരുപാട് പ്രോഗ്രാംസും ഉണ്ടാവുമല്ലോ അവിടെ. അപ്പോൾ ആ ടൈമിലൊക്കെ നമ്മൾ താമസിക്കാറുണ്ട്. നമുക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. ഞങ്ങളിങ്ങനെ പ്ലാൻ ചെയ്യായിരുന്നു, നമുക്ക് എന്തുകൊണ്ട് അതൊരു വീഡിയോ ആക്കി ചെയ്തുകൂടെ, നമ്മൾ സാധാരണ ചെയ്യുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഉറപ്പായിട്ടും ഞങ്ങൾക്ക് ആ ഒരു പ്ലാൻ ഉണ്ട്. ഗുരുവായൂരപ്പൻ എന്ന് പറഞ്ഞാൽ നമുക്കൊരു ഫീലിംഗ് ആണ്, ഒരു ഭക്തി എന്ന് പറയാമല്ലോ. അപ്പോൾ ഉറപ്പായിട്ടും നമ്മൾ ആ വീഡിയോ ചെയ്യും. ഹായ് ഋഷി ആൻഡ് ദീപു, ഗുഡ് ടു സീ യുവർ വ്ളോഗ്. മൈ ഹോം ടൗൺ തൃശ്ശൂർ, മൈ ഹോം ടൗൺ. ഓക്കെ, ഐ ഹാവ് എ ക്വസ്റ്റ്യൻ ഫോർ യു. വാട്ട് മെയ്ഡ് യു ഫീൽ മോട്ടിവേറ്റഡ് യു ടു ബി എ ഇൻഫ്ലുവൻസർ ഓർ ഫുഡ് ബ്ലോഗർ? ഡിഡ് യു ഫെൽറ്റ് എനി ടൈം ടു സ്റ്റോപ്പ് ദിസ് ചാനൽ? ഡു നോട്ട് സ്റ്റോപ്പ് ഇറ്റ്. ഓക്കെ, ജസ്റ്റ് ആസ്കിങ്. ഞാനൊരു തൃശ്ശൂർ ചേതനയിൽ ഫിലിം മേക്കിംഗ് പഠിച്ച ഒരാളാണ്. അപ്പോൾ എൻ്റെ ഒരു ആഗ്രഹം എന്ന് വെച്ചാൽ ഒരു ഫിലിം ഡയറക്ടറാണെന്നുള്ള തന്നെയായിരുന്നു എൻ്റെ ആഗ്രഹം. സിനിമ എന്ന് പറയുമ്പോൾ നമുക്കൊരു വല്ലാത്തൊരു പാഷനാണ്, പ്രത്യേകിച്ച് റൈറ്റിംഗ്. എനിക്ക് കഥ എഴുതുക എന്ന് പറയണത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. ഞാൻ എപ്പോഴും എന്തെങ്കിലും ഇൻസിഡൻസ് ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ എൻ്റെ ഫ്രണ്ട്സിൻ്റെ ചില കാര്യങ്ങൾ കേൾക്കുമ്പോൾ എനിക്ക് അതിൽ നിന്ന് എപ്പോഴും ഇങ്ങനെ കഥകൾ എഴുതാനുള്ളൊരു ടെൻഡൻസി വരാറുണ്ട്.
കഥ പറയാന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഒരു ഇഷ്ടമുള്ള കാര്യമാണ്. ബേസിക്കലി കഥ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ ചെറിയ ഷോർട്ട് ഫിലിംസാണ് ആദ്യം യൂട്യൂബിൽ ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങിയത്. അതായത് ശശി എന്ന് പറഞ്ഞിട്ടൊരു ഷോർട്ട് ഫിലിം. അതിന് മുമ്പ് ഞാൻ 1-2 ഷോർട്ട് ഫിലിം ചെയ്തിട്ട് പൊട്ടിപ്പാളീസായിട്ടുണ്ട്. പക്ഷേ ശശി എന്നുള്ളൊരു ഷോർട്ട് ഫിലിമാണ് എനിക്ക് ഇറക്കാൻ പറ്റിയത്. അതും 100% എനിക്ക് സാറ്റിസ്ഫാക്ഷൻ എന്നൊരു ഷോർട്ട് ഫിലിം എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ എനിക്ക് ഒരുപാട് അപ്രീസിയേഷൻ കിട്ടി. അപ്പോൾ ഇതായിരുന്നു യൂട്യൂബിലേക്ക് വരാനുള്ള ആദ്യത്തെ ഒരു മോട്ടിവേഷൻ. പിന്നെ വ്ളോഗ് തുടങ്ങാനുള്ള മോട്ടിവേഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എല്ലാവർക്കും അറിയാം, കൊറോണ വന്ന സമയത്ത് ശശി ഷോർട്ട് ഫിലിം കഴിഞ്ഞതിന് ശേഷം പിന്നെ യൂട്യൂബിൽ ആക്റ്റീവ് ആവുന്നത് ഈ കുക്കിംഗ് വ്ളോഗ്സ് ആയിട്ടാണ്. അപ്പോൾ അന്ന് ഞാനും അമ്മയും ദീപും ഞങ്ങൾ ആദ്യം തുടങ്ങി. ഇപ്പോൾ അതിൽ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും, പഴയ വീഡിയോസൊക്കെ എടുത്ത് നോക്കി കഴിഞ്ഞാൽ അതിൽ കുറേ കുക്കിംഗ് വീഡിയോസൊക്കെ എടുക്കുന്നുണ്ട്. അതൊക്കെ നമ്മൾ ചെയ്തിരുന്നതാണ്. പിന്നെ നമ്മൾ കോവിഡ് കഴിഞ്ഞപ്പോൾ വർക്ക് കാര്യങ്ങളൊക്കെ ആയിട്ട് ബിസി ആയപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ആ നേരത്തൊരു ഇൻട്രസ്റ്റ് പോയി നിർത്തി. പിന്നെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇൻസ്റ്റയിൽ റീൽസ് ഇടും, വാട്സപ്പിൽ സ്റ്റാറ്റസ് ഇടും. അപ്പോൾ ഈ വാട്സപ്പിൽ സ്റ്റാറ്റസ് കാണുമ്പോൾ ചിലവർ ചോദിക്കും, എടാ നിനക്കൊരു ഇത് കുറച്ചും കൂടി ഒന്ന് ഷൂട്ട് ചെയ്തൊരു ചെറിയ ഷോർട്ട് റീൽസോ അല്ലെങ്കിൽ യൂട്യൂബിലൊക്കെ പോസ്റ്റ് ചെയ്തുകൂടെ എന്ന് ചോദിക്കും. നല്ല രസമുണ്ട്, കാണുമ്പോൾ നമുക്ക് ഭയങ്കര ഇഷ്ടം തോന്നുന്നുണ്ട് എന്നൊക്കെ പറയും. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എൻ്റെ ഒരു ഫ്രണ്ട് നിയാസ് PB, പുള്ളി ഒരു യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തു. അത് ഈ ഷെയർ മാർക്കറ്റായിട്ട് ബന്ധപ്പെട്ടുള്ള ചാനലാണ്. അപ്പോൾ അവനിപ്പോൾ അത്യാവശ്യം സോഷ്യൽ മീഡിയയിൽ നല്ല രീതിയിൽ പോപ്പുലാരിറ്റി ഉള്ള ഒരാളാണ്. അത്യാവശ്യം അറിയാം, ഒരു ഫേസ്ബുക്ക് ഗ്രൂപ്പൊക്കെ ഉണ്ട് അവരെ. അപ്പം നിയാസാണ് എൻ്റെ അടുത്ത് പറയണത്, എടാ നീ ഒരു ഫുഡ് ചാനൽ തുടങ്ങുക, നിനക്ക് അതിനുള്ള കഴിവുണ്ട്, നിനക്കത് നരേറ്റ് ചെയ്ത് നിൻ്റെ സ്വന്തം വോയിസിലൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അത് കുറേ കൂടി സക്സസ് ആവും. അപ്പോൾ എനിക്ക് എൻ്റെ ശബ്ദവും എൻ്റെ ഈ നരേഷനൊന്നും സംഭവം, നമ്മൾ കഥയൊക്കെ പറയുന്നുണ്ടെങ്കിലും ഒരു ചാനലിൽ നരേറ്റ് ചെയ്യാനുള്ള ഒരു വോയിസ് എനിക്കുണ്ടോ എന്നൊക്കെയുള്ളൊരു ഡൗട്ട്. വീഡിയോ നരേറ്റ് ചെയ്യുക എന്നൊക്കെ പറഞ്ഞത് ആൾക്കാർക്ക് അത് ഇഷ്ടമാവുമോ എന്നുള്ളൊരു തോന്നൽ എനിക്കുണ്ടായിരുന്നു. ഒരെണ്ണം ഞാൻ ചെയ്തു നോക്കി, അപ്പോൾ അത് നല്ല അഭിപ്രായം വന്നപ്പോൾ അടുത്ത് ചെയ്തു. അങ്ങനെ പോയതാണ്. പിന്നെ ഇതിൽ നല്ല വ്യൂസ് വരാൻ തുടങ്ങി. നമ്മുടെ കുക്കിംഗ് ചാനലിൽ അധികം വ്യൂസ് ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ അതുകൊണ്ടായിരിക്കും അതും ഒരു കാരണമാണ് അത് സ്റ്റോപ്പ് ചെയ്യാൻ. പക്ഷെ നമ്മുടെ വ്ളോഗ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ അത്യാവശ്യം ആൾക്കാരുടെ റെസ്പോൺസ് കിട്ടി തുടങ്ങിയപ്പോൾ കറക്റ്റായിട്ട് ഇപ്പോൾ നമ്മൾ സ്ഥിരമായിട്ട് കൺസിസ്റ്റൻ്റ് ആയിട്ട് വീഡിയോ ഇടാൻ തുടങ്ങിയത് ഈ നല്ല റെസ്പോൺസ് കിട്ടി തുടങ്ങിയപ്പോഴാണ്. ഇനിയിപ്പോൾ നമ്മളത് മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെയാണ് നമ്മുടെ ഒരു തീരുമാനം. പിന്നെ ചാനൽ സ്റ്റോപ്പ് ചെയ്യണതിനെ പറ്റി നമ്മൾ ഇതുവരെ ഇപ്പോൾ ചിന്തിച്ചിട്ടില്ല. നമ്മളെപ്പോഴും അത് ചിന്തിക്കുന്നത് എങ്ങനെയാണ്, ഒന്നില്ലെങ്കിൽ നമ്മുടെ വീഡിയോസ് ആകെ ഡൗൺ ആവണം, അതല്ലെങ്കിൽ നമുക്ക് മൊത്തത്തിൽ വേറെ എന്തെങ്കിലും ഒരു കമ്മിറ്റ്മെൻറ്റ്, ഇതിനേക്കാൾ വലിയൊരു കമ്മിറ്റ്മെൻറ്റ് വരണം. അപ്പോൾ എന്തായാലും ആ രീതിയിലൊന്നും നമുക്ക് ഇങ്ങനെ ഒരു ചിന്തയില്ല, നമുക്കിത് മുന്നോട്ട് കൊണ്ടുപോകണം തന്നെയാണ് ആഗ്രഹം. അപ്പോൾ അതാണ് നിഷ പ്രദീപ് കുമാറാണ് ഈ ചോദ്യം ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. VS മേനോൻ, തട്ടം എനക്കൊരു വീക്ക്നെസ് ആണല്ലേ എന്ന് മനോജേട്ടൻ സിനിമയിൽ ചോദിക്കും പോലെ കുടുംബത്തോടൊപ്പമുള്ള ടൈമും ക്ഷേത്രവുമാണല്ലേ ഏട്ടൻ്റെ വീക്ക്നെസ് എന്ന്. VS മേനോൻ. ഇതിൽ നമ്മുടെ ചാനലിൻ്റെ പേരുകളാണ് കാണുന്നത് കേട്ടോ. ഞാൻ VS മേനോൻ വിചാരിച്ച് വലിയൊരു സാറായിരിക്കും വിചാരിച്ചു, പക്ഷേ പെൺകുട്ടിയാണല്ലേ. ഞങ്ങളുടെ വീക്ക്നെസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫാമിലി നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് പ്രഷറും എന്ത് ടെൻഷനും ഒക്കെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും അല്ലേ. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഒരു സ്ട്രെങ്ത് എന്ന് പറഞ്ഞ ഫാമിലി തന്നെയാണ്. പിന്നെ ഏറ്റവും കൂടുതൽ ഇഷ്ടം എന്ന് പറയുന്നത് അമ്പലവും മസാല ദോശയും ഒക്കെ തന്നെയാണ്. അപ്പോൾ ഞങ്ങൾ ഏത് നേരവും എപ്പോഴും ഇതിപ്പോൾ ചാനൽ തുടങ്ങുന്നതിന് മുമ്പ് ഞങ്ങൾ തൃപ്പയാർ അമ്പലത്തിൻ്റെ അവിടെ പോവുക, അമ്പലത്തിലും തൊഴുക, നേരെ പോവുക, നല്ലൊരു കാപ്പിയും മസാല ദോശയും പൂരിയൊക്കെ കഴിക്കുക. അത് എത്ര ചെയ്താലും നമുക്ക് മടുക്കില്ല. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അടുത്ത പരിപാടി ഗുരുവായൂർ പോവുക, അവിടെ പോയി ഒരു മസാല ദോശ കഴിക്കുക, അമ്പലത്തിൽ തൊഴുക, ഭഗവാനെ തൊഴുക, അവിടെ മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിൽ. ഇത് തന്നെയാണ് ഞങ്ങളുടെ മന്ദിരത്തിൽ ഇത് തന്നെയാണ് പ്രധാന പരിപാടി. ഡാഡി പറയുമ്പോൾ CPM ഒരു സഖാവാണ്. പക്ഷെ എന്നിട്ടും ഡാഡിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഗുരുവായൂരത്തെ വൈബ്. ഇടയ്ക്കിടയ്ക്ക് മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിൽ പോവും. ഞങ്ങളൊന്നും കൊണ്ടുപോവില്ല, ആൾ തന്നെ അങ്ങോട്ട് പോവും. പോയിട്ട് അവിടെ ചെന്നിരുന്നിട്ട് ഇതൊക്കെ പരിപാടികളൊക്കെ കണ്ട് അവിടെ നിന്ന് ചായ കുടിച്ചിട്ട് പോരും. ഇതാണ് പരിപാടി. അപ്പോൾ അതുകൊണ്ടായിരിക്കും ഡാഡിയുടെ ബ്ലഡ് എന്നുള്ള നമുക്കുള്ളത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. പിന്നെ ഫാമിലി എന്ന് പറയുമ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനും അമ്മയും ദീപും ഞങ്ങൾ ഒന്നാണ്. നമ്മുടെ അനിയൻ ശ്രീരാജ്, ഞങ്ങൾ 4 പേരും ഒന്നാണ്. നമുക്ക് ഇപ്പോൾ ദീപും ശ്രീരാജും തമ്മിൽ ഭയങ്കരമായിട്ടുള്ള ഒരു എന്താ പറയുക, ഒരു ബ്രദർലി ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പാണ്. അവന് സ്വന്തം പെങ്ങളെ പോലെയാണ് കാണുന്നത്. അപ്പോൾ ഇവർ വീഡിയോ കോൾ ചെയ്യുമ്പോഴായാലും അത് കണ്ടിരിക്കാൻ തന്നെ ഭയങ്കര രസമുള്ള പരിപാടിയാണ്. അപ്പോൾ അതുപോലെയാണ് നമ്മുടെ ഫാമിലി. ദൈവം സഹായിച്ച് ആ ഫാമിലി അങ്ങനെ തന്നെ പോകുന്നുണ്ട്. ഇതുവരെ വേറെ വിഷയങ്ങളൊന്നുമില്ല. എന്തായാലും അതങ്ങനെ പോട്ടെ. എന്തായാലും ചോദിച്ചതിന് നന്ദി. നമ്മുടെ ഒരു വീക്ക്നെസ് തന്നെയാണത്. അടുത്തത് മമ്മി ആൻഡ് മീ. ഹായ്, ഞാൻ ടിനു തോമസ്. നിങ്ങളെ ഒരുപാട് ഇഷ്ടമാണ്. നിഷ്കളങ്കമായ വീഡിയോ ആണ് നിങ്ങളുടേത്. ഞാനും തൃശ്ശൂരാണ്, അതുകൊണ്ട് നിങ്ങളോട് കുറച്ച് കൂടുതൽ ഇഷ്ടമുണ്ട്. സ്ഥിരമായി വീഡിയോ ഇടണം കേട്ടോ. ഇനിയും ഒരുപാട് ഉയരങ്ങളിൽ എത്താൻ നിങ്ങൾക്ക് പറ്റും. വലിയ ചാനലൊക്കെ ആകുമ്പോൾ ഞങ്ങളെ മറക്കല്ല കേട്ടോ.
ഇല്ലെന്നറിയാം. ദീപുവിൻ്റെ നിഷ്കളങ്കത കണ്ടാണ് ഞാൻ നിങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തത്. ദീപുവിൻ്റെ വീട്ടിൽ ആരൊക്കെ ഉണ്ട്, വീട്ടുകാരൊന്ന് പരിചയപ്പെടുത്തുമോ? 2 പേരുടെയും, എൻ്റെ വീട്ടിലെ ഹസ്ബൻഡും മക്കൾക്കും നിങ്ങളെ ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ മോന് നിങ്ങൾ ഹാപ്പി ബർത്ത്ഡേ പറഞ്ഞപ്പോൾ അവൻ ഭയങ്കര ഹാപ്പി. ഒത്തിരി സ്നേഹത്തോടെ ടിനു തോമസ്. ഈ ടിനു തോമസിനെ ഞാൻ നോട്ട് ചെയ്യാറുണ്ട്. നമ്മുടെ മോൻ്റെ ബർത്ത്ഡേയുടെ കാര്യമൊക്കെ പറഞ്ഞിരുന്നു. ഞങ്ങളുടെ അമ്മയുടെ ബർത്ത്ഡേയുടെ അന്ന് തന്നെയാണ് അല്ലേ, അതിൻ്റെ തലേ ദിവസമായിരുന്നു അമ്മ, അതിൻ്റെ തൊട്ടടുത്ത ദിവസമായിരുന്നു അന്ന്. അപ്പോൾ അന്ന് നമ്മൾ വിഷ് ചെയ്തിരുന്നു. അപ്പോൾ ഇതിൽ പ്രധാനമായിട്ട് ചോദിച്ചുള്ളത് ദീപുവിൻ്റെ വീട്ടിൽ ആരൊക്കെ ഉണ്ടെന്നുള്ളത്. ദീപുവിൻ്റെ വീട്ടിൽ ആരൊക്കെ ഉണ്ടെന്നുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. അതായത് ദീപുവിൻ്റെ അച്ഛനുണ്ടായിരുന്നു. അച്ഛനിപ്പോൾ റീസെൻ്റായിട്ടാണ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, നമ്മുടെ സ്റ്റോറീസ് കമ്മ്യൂണിറ്റി പോസ്റ്റിലൊക്കെ ഇട്ടിരുന്നു. അച്ഛനിപ്പോൾ ഈ അടുത്താണ് മരിച്ചത്. പിന്നെ ദീപുവിൻ്റെ വീട്ടിലിപ്പോൾ ഉള്ളത് എന്ന് പറഞ്ഞാൽ ദീപുവിൻ്റെ അമ്മയുണ്ട്, അമ്മാമ്മയുണ്ട്, അനിയത്തിയുണ്ട്, പിന്നെ ഒരു കുഞ്ഞ് ഉണ്ണിയുണ്ട്. ഞങ്ങൾ പുപ്പു എന്നാണ് വിളിക്കുക. ശരിക്കും പേര് സാമ്പോയി എന്നാണ്. വീട്ടിൽ സാമ്പു എന്നാണ് വിളിക്കുന്നത്. ഞങ്ങളിടയ്ക്ക് പുപ്പു എന്ന് വിളിക്കുന്നത്. ദീപുട്ട പേരാണ് പുപ്പു. ഞങ്ങളെല്ലാ ദിവസവും ദീപുവിൻ്റെ മിക്കവാറും എല്ലാ ദിവസവും ദീപുവിൻ്റെ വീട്ടിൽ പോകും. പിന്നെ കുറേ പേര് പറഞ്ഞൊരു കാര്യമാണ് വീഡിയോയിൽ ദീപുവിൻ്റെ വീട്ടുകാരെ കാണിക്കാൻ. അതിൽ നമുക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ് ആരെ കാണിക്കാനായാലും. പക്ഷേ അവർക്ക് ഒട്ടും കംഫർട്ടബിൾ അല്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പോൾ ദീപുവിൻ്റെ അമ്മയായാലും അനിയത്തിയായാലും ഒരു വീഡിയോ കിണ്ണത്തപ്പത്തിൻ്റെ ഒരു വീഡിയോ നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും. അവിടെ ഉണ്ണീനെ അവിടെ ഇട്ടിട്ട് ഓടുന്നുണ്ട്. അപ്പോൾ ആ രീതിയിലാണ് അവർ. അതായത് അവർക്ക് താല്പര്യമില്ല വീഡിയോയിൽ വരാനും അത് അങ്ങനത്തെ കാര്യങ്ങൾ താല്പര്യമില്ല. ദീപുവിൻ്റെ അമ്മാമ്മേനെ നമുക്ക് എന്തായാലും ഒരു ദിവസം കാണിക്കാതിരിക്കണം. അമ്മാമ്മയ്ക്ക് ഇനി കുഴപ്പമുണ്ടാവില്ല. അപ്പോൾ അമ്മാമ്മേനെ എന്തായാലും അമ്മാമ്മേനോട് കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നേ, അമ്മാമ്മയ്ക്ക് ഒരു പായസം ഉണ്ടാക്കി തരാൻ പറഞ്ഞത്. ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ പായസമൊക്കെ ഉണ്ടാക്കി കൊടുക്കാറൊക്കെ ഉണ്ട്. അപ്പോൾ എന്നോട് പറഞ്ഞു ഇങ്ങനെ ഒരു പായസം ഉണ്ടാക്കി കൊണ്ടു കൊടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊരു വീഡിയോ ആയിട്ട് ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട്. അമ്മാമ്മയുടെ ഒരു ആഗ്രഹം അമ്മാമ്മനെ കാണിക്കുകയും ചെയ്യാമല്ലോ. അപ്പോൾ ഇതാണ് ദീപുവിൻ്റെ ഫാമിലിനെ കുറിച്ച് പറയാനുള്ളത്. പിന്നെ ഞങ്ങളുടെ ഫാമിലിനെ കുറിച്ച് നേരത്തെ പറഞ്ഞല്ലോ. ലാവണ്യ അനൂപാണ് ചോദിച്ചിട്ടുള്ളത്. ഹായ്, അടുത്താണ് ചാനൽ കണ്ടു തുടങ്ങിയത്, എന്തോ ഒരു പ്രത്യേക ഫീലുണ്ട്. ഞങ്ങൾ തൃശ്ശൂരാണ്, അതുകൊണ്ട് നമ്മുടെ സ്റ്റൈൽ വർത്തമാനമൊക്കെ കാണിക്കാൻ നിങ്ങളെല്ലാവരും പക്ക നാച്ചുറൽ. ഇതുപോലെ തന്നെ മുന്നോട്ട് പോകും. ദീപയെ അമ്മയെ കൂടുതൽ ഇൻവോൾവ് ചെയ്യൂ. അപ്പം ദീപുവിനെ അമ്മേനെ കൂടുതൽ ഇൻവോൾവ് ചെയ്യാനാണ് പറയണത്. അപ്പം ഞാൻ നമ്മൾ മാക്സിമം ഇവരെ കാണിക്കുന്നുണ്ട്. പിന്നെ എന്താ വിഷയം എന്ന് പറഞ്ഞാലേ, നിങ്ങൾ വിചാരിക്കുന്ന പോലെ അല്ല കേട്ടോ അത്. ഇതിപ്പോൾ സംഭവം എന്ന് വെച്ചാൽ ഞാനിപ്പോൾ ദീപുവിനെ കാണിക്കാനല്ലല്ലോ വീഡിയോ എടുക്കണത്. നമ്മളൊരു സ്ഥലത്ത് പോകുമ്പോൾ അവിടുത്തെ കാര്യങ്ങൾ കൂടി കാണിക്കണ്ടേ. പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ കാണിക്കുന്ന എല്ലാം കൂടി ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾ അവരെ വെറുത്തു. അതായത് ഇവർ കുറേ മണ്ടത്തെ നമ്മൾ ബ്ലൂപ്പേഴ്സ് എന്ന് പറയില്ലേ, എന്താ പറയുക, ബ്ലൂപ്പേഴ്സ് തന്നെ അല്ല പറയാം. അതായത് കുറേ അബദ്ധങ്ങൾ, കുറേ മണ്ടത്തരങ്ങളൊക്കെ ഇവർ കാണിക്കണ്ടേ. അത് നിങ്ങൾ കാണാത്ത എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഞാൻ എഡിറ്റ് ചെയ്ത് കളയണോണ്ടാ. ഇവരുടെ എല്ലാം കൂടി കാണിക്കണത് നിങ്ങൾക്ക് അതോടെ അവരോടുള്ള ഇഷ്ടം പോവും. അപ്പോൾ എന്തെങ്കിലും ആവട്ടെ, നമ്മൾ ഇവരുടെ നല്ല വശങ്ങൾ മാത്രമാണ് ഇപ്പോൾ കാണിക്കുന്നത്. അപ്പോൾ മാക്സിമം നമ്മൾ ഇൻവോൾവ് ചെയ്യുന്നുണ്ട്. മാക്സിമം അതുപോലെ തന്നെ പോട്ടെ. എല്ലാം വളരെ റിയലായിട്ട് കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട് നമുക്ക് ക്യാപ്ചർ ചെയ്യാൻ. അപ്പോൾ മാക്സിമം ഇവർ രണ്ടുപേരും ഇൻക്ലൂഡ് ചെയ്തിട്ട് തന്നെയാണ് ചാനൽ മുന്നോട്ട് പോകണത്. ഇതുപോലെ പോകാൻ കുറച്ചും കൂടി കൂടുതൽ കാണിക്കാൻ പറ്റുമോ ഞാൻ നോക്കാം. ഒരു ചോദ്യം കൂടി ഇപ്പോൾ വന്നിട്ടുണ്ട് കേട്ടോ. അത് കുറച്ച് നേരത്തെ വന്നത്, 45 മിനിറ്റ് മുമ്പ് വന്നുള്ളതാണ്. അപ്പോൾ അതും കൂടി ഒന്ന് ആൻസർ ചെയ്തിട്ട് നിർത്താം. ലത എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സബ്സ്ക്രൈബറാണ് ചോദിച്ചിട്ടുള്ളത്. പ്ലീസ് മേക്ക് എ വീഡിയോ ഓൺ എ ഡേ ഇൻ യുവർ ലൈഫ്. അതായത് ഞങ്ങളുടെ ഒരു ദിവസം മൊത്തം കാണിക്കാൻ പറഞ്ഞത്. എന്തായാലും അത് നോക്കാം. ശരിക്കും നമ്മളൊരു ദിവസം കാണിക്കുകയാണെങ്കിൽ ഈ ഡെസ്കിൻ്റെ മുമ്പിൽ ഇങ്ങനെ ഇരിക്കുക, ഈ ടൈപ്പിങ് പരിപാടി, ഡിസൈനിങ് തന്നെ. ഇവർ രണ്ടുപേരും മൊബൈലിലൊരു ഗെയിമുണ്ട്, ഒരു വേർഡ് പസിൽ. ഒരാൾ ഇവിടെ കിടക്കുന്നുണ്ടാവും, ഒരാൾ അവിടെ കിടക്കണം. പിന്നെ അതിൻ്റെ ഇടയിൽ പണികൾ, അതായത് ഇപ്പോൾ അടുക്കളപ്പണി, ക്ലീൻ ചെയ്യൽ, കാര്യങ്ങൾ, അങ്ങനെയുള്ള പരിപാടികൾ. പിന്നെ നമ്മൾ രാവിലെ എന്തായാലും നമ്മൾ കാണിക്കുക. അതായത് ഇപ്പോൾ രാവിലെ യോഗ ചെയ്യും, അതുപോലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും, പിന്നെ നമ്മുടെ വർക്ക്, ഇതൊക്കെ തന്നെയാണ് ഡേ ഇൻ ലൈഫ്. എന്തായാലും അത് നമ്മൾ നോക്കട്ടെ, ഒരു വീഡിയോ എന്തായാലും ചെയ്യാം. യു ആൻഡ് യുവർ ഫാദർ ലുക്ക് അലൈക്ക്. യു ഷോഡ് ഹിസ് ഫോട്ടോ ഇൻ എ വീഡിയോ. കുഡ് യു പ്ലീസ് ടെൽ സംതിങ് അബൌട്ട് ഹിം ഇഫ് പോസിബിൾ ഇൻ Q&A വീഡിയോ. ഡാഡി ഞാൻ ഇത്രയും മുഖച്ചായ ഉണ്ടെന്നുള്ളത് ഡാഡി പോയതിനു ശേഷമാണ് സത്യം പറഞ്ഞാൽ ഞാൻ മനസ്സിലാക്കണേ. കാരണം ഞാനും ഡാഡി ഉള്ള സമയത്ത് എനിക്ക് അത്രയും തോന്നിയിട്ടില്ല, ആരും അങ്ങനെ പറഞ്ഞിട്ടുമില്ല. പക്ഷെ ഡാഡി പോയതിനു ശേഷം ഒരുപാട് പേര് എന്നോട് പറയാൻ തുടങ്ങി. പിന്നെ എനിക്കറിയില്ല, എനിക്ക് നാച്ചുറലി എനിക്ക് തന്നെ തോന്നാൻ തുടങ്ങി ഞാനും ഡാഡി ഒരുപോലെയാണോ, ഞാൻ സംസാരിക്കുന്ന രീതി, ചില കൈകൾ വയ്ക്കുന്ന രീതി ഒക്കെ ഡാഡിയുടെ പോലെയാണെന്ന് ഞാനും ഐഡൻറ്റിഫൈ തുടങ്ങിയത് ഇതിന് ശേഷമാണ്. ദീപുനാണ് എല്ലാ ഡേറ്റുകളും ഓർമ്മ ഉണ്ടാകും. എന്നാണ് ഈ ഡാഡിയുടെ 2022 ജനുവരി 8.
അപ്പം ജനുവരി 8 എൻ്റെ ഓർമ്മയുണ്ട്. അപ്പോൾ 2022 ഡാഡിയുടെ ഇത് ഉണ്ടായത്. ഡാഡിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് പറയേണ്ടി വരും. അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനും ഡാഡിയും എന്ന് പറഞ്ഞാൽ വളരെയധികം അടുത്ത ഫ്രണ്ട്സിൻ്റെ പോലെയായിരുന്നു. ഞങ്ങൾ ഡെയിലി ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലൂടും. സിനിമയുടെ കാര്യങ്ങളായാലും അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ വർത്തമാനം പറഞ്ഞിരിക്കും. പിന്നെ ഡാഡിക്ക് ഫുഡ് നല്ല ഇഷ്ടമാണ്. പ്രത്യേകിച്ച് മീനായാലും ഇറച്ചിയായാലും അങ്ങനത്തെ കാര്യങ്ങൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞല്ലോ. അപ്പോൾ നന്നായിട്ട് ഭക്ഷണം കഴിക്കും. മധുരമുള്ള സാധനങ്ങൾ ഭയങ്കര ഇഷ്ടമാണ്. ദീപും ഡാഡിയും തമ്മിൽ അടി ഉണ്ടാവണ മിക്കവാറും അടി ഉണ്ടാവും. അതെന്താ കാരണം വെച്ചാൽ ദീപുവിന് ചോക്ലേറ്റും ഐസ്ക്രീമൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അവിടെ പോയാലും എന്നോട് പറയും കുറച്ച് ചോക്ലേറ്റ് എന്തെങ്കിലും മേടിച്ചിട്ട് പോവാ, എന്തെങ്കിലും മിഠായി മേടിച്ചു തരുമോ. അപ്പോൾ നമ്മളിങ്ങനെ ഇതുപോലെ കുറച്ച് ചോക്ലേറ്റ്സ് ഒക്കെ എന്തെങ്കിലും മേടിച്ച് കൊണ്ടുവരും. അപ്പോൾ ഇവളിത് നേരെ കൊണ്ടുപോയി, അല്ലെങ്കിൽ ഇപ്പോൾ ശ്രീരാജ് ഗൾഫിൽ നിന്ന് കൊണ്ടുവന്ന മിഠായി ആണെങ്കിലും ഇവളുടെ ഒരു പോർഷൻ ഉണ്ടാവും. ആ ഒരു പോർഷൻ ഇവള് ഫ്രിഡ്ജിൽ കറക്റ്റായിട്ട് സേഫായിട്ട് വെച്ചെന്ന് വിചാരിക്കും. പക്ഷേ ഡാഡി എന്ത് ചെയ്യും, നൈസായിട്ട് എപ്പോഴെങ്കിലും ഇവിടെ ഇല്ലാത്ത നേരം നോക്കി പോയിട്ട് അതെടുത്ത് അടിച്ചു മാറ്റി കഴിക്കും. അങ്ങനെ മിക്കവാറും ഇവിടെ വഴക്കുണ്ടാവും. അപ്പം ഞാൻ ചോദിക്കുമ്പോൾ ഡാഡി പറയും ഞാൻ എടുത്തില്ല മോനെ, വെറുതെ അവള് നോണ പറയാന്നൊക്കെ പറയും. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ ഇടയ്ക്ക് ചോദിക്കും എങ്ങനെ ഇത് കണ്ടെത്തണേന്ന് ചോദിക്കും. എനിക്ക് നോക്കിയിട്ട് കാണാറില്ല. അപ്പോൾ പറയും എടാ മോനെ അതിന് ട്രിക്ക് ഉണ്ട്, അവള് വെച്ചിട്ടുള്ളത് ആ ഒരു ഭാഗം കണ്ട എനിക്കറിയാം, അവൾ അതിൻ്റെ ഉള്ളിൽ വെച്ചിട്ടുണ്ടാവും എന്ന് പറഞ്ഞിട്ട് ആ രീതിയിൽ ഇവർ തമ്മിലൊരു ഫണ്ണി ആയിട്ടുള്ള ഫൈറ്റ് നടക്കാറുണ്ട്. ഡാഡിയുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഡാഡി ഭയങ്കര ഫ്രാങ്ക് ആയിട്ടുള്ള ഒരാളാന്ന് പറയും. എന്താണോ ഡാഡിയുടെ മനസ്സിൽ തോന്നുന്നത് അത് ഡാഡി വെട്ടി തുറന്ന് പറയും. അത് ആരുടെ മുഖത്തല്ല, അത് നമ്മുടെ നാട്ടുകാർക്കൊക്കെ അറിയാം. അതുപോലെ ഡാഡി ഇവിടെ നാട്ടിൽ അറിയപ്പെടുന്ന ഒരാളാണ്. ഡാഡിയുടെ പേര് പറഞ്ഞിട്ടാണ് ഇപ്പോഴും നമ്മളെ ആൾക്കാർ അറിയുക. എന്ന് വെച്ചാൽ ഞാനിപ്പോൾ ഇവിടുത്തെ ആളാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫസ്റ്റ് ഡാഡിയുടെ പേര് പറഞ്ഞാൽ എല്ലാവർക്കും പെട്ടെന്ന് കണക്റ്റ് ആവും. അപ്പോൾ ഡാഡി ഇവിടെ ഒരു സഖാവായിരുന്നു. CPIMലെ ഒരു ലോക്കൽ കമ്മിറ്റി മെമ്പർ എന്നുള്ള രീതിയിൽ മരണം വരെ പാർട്ടിയുടെ മെയിൻ പ്രവർത്തനങ്ങളിലൊക്കെ സജീവമായിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ചെറുപ്പം തൊട്ടേ ഒരുപാട് ഓർമ്മകൾ, ഇപ്പം എനിക്ക് സിനിമ കാണുന്ന കാര്യങ്ങളായാലും ഭക്ഷണം കഴിക്കുന്ന കാര്യങ്ങളായാലും ഒക്കെ ഡാഡിയുടെ നിന്ന് കിട്ടിയൊരു ശീലങ്ങളാണ്. ഭക്ഷണം, സിനിമ, ഇത് രണ്ടിനും ഒരു മുട്ടുണ്ടായിട്ടില്ല. അതുപോലെ എന്നെ അനിയനെയും ഭയങ്കര സ്നേഹമാണ്. കുറേ കഥകൾ പറയാനുണ്ട്. അപ്പം എന്തായാലും പിന്നീട് ഒരു വീഡിയോയിൽ പറയാം. എന്തായാലും ചോദ്യങ്ങൾ ചോദിച്ച എല്ലാവർക്കും നന്ദി. അപ്പോൾ ഈ ഒരു Q&A രസമായെന്ന് ഞങ്ങൾ വിചാരിക്കണം. ഇനിയിപ്പോൾ എന്തെങ്കിലും ചോദ്യങ്ങളുണ്ടെങ്കിൽ ഇതുപോലെ നിങ്ങൾക്ക് കമ്മ്യൂണിറ്റിയുടെ ഈ ഒരു പോസ്റ്റിന് താഴെ ഇട്ടാൽ മതി, നമ്മൾ നോക്കിയിട്ട് ആൻസർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. അടുത്തൊരു വീഡിയോ ആയിട്ട് ഉടനെ കാണാം. അതുവരയ്ക്കും ബൈ.